അത് കൊള്ളാം. ഒരു ഭർത്താവിന്റെ കടമകൾ എന്തല്ല? അത് കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പണത്തിനാണോ സ്നേഹത്തിനാണോ മുൻതൂക്കം കൊടുക്കുക? പണത്തിനാണോ സ്നേഹത്തിനാണോ മുൻതൂക്കം കൊടുക്കുക? പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും വീട്ടുജോലികൾ എത്ര വിധം? പിന്നെന്തുവാ അടുക്കളയുടെ കാര്യം? ചിക്കൻ കറികൾ എത്ര വിധം ഉണ്ടാക്കാം? ചിക്കൻ കറികൾ എത്ര വിധം ഉണ്ടാക്കാം? 10 വാക്യത്തിൽ കുറയാതെ വിന്യസിക്കുക. ഇനിയിപ്പം എന്റെ സാധനോടെ ചോദിക്കണമല്ലോ. കളരി എത്ര വിധമുണ്ട്? കളരി എത്ര വിധമുണ്ട്? അവ ഏതല്ല? ഒന്നുകൂടെ അറിയാം. സ്ത്രീധനം ആഗ്രഹിക്കുന്നുണ്ടോ? അഥവാ ആഗ്രഹിച്ചാൽ എത്ര പവനും എത്ര ലക്ഷവും? എന്താ എന്താണ് കാര്യമായിട്ട് എഴുതുന്നേ? അല്ല അത് പിന്നെ അത് ഒരു ചോദ്യാവലി തയ്യാറാക്കുക. ചോദ്യാവലി എന്തിന്? ഇടി മറ്റേ ലവൻ ഇന്ന് വരുന്നുണ്ടല്ലോ. ആര്? രാമങ്കളോ? അപ്പൊ അവൻ പറയുമ്പം ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കുറച്ച് ചോദ്യാവലി തയ്യാറാക്കുക. അതിനകത്തെ ചില ചോദ്യങ്ങളാണ് മാമൻ. അല്ല മാമ, ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് തെരഞ്ഞെടുക്കാൻ ഇത് ഉദ്യോഗമൊന്നും അല്ലല്ലോ, കല്യാണം അല്ലേ? എടി മോളെ, ഇത് ഒരുതരം ഉദ്യോഗമല്ലേ, ഭർത്താവ് ഉദ്യോഗം. അത് മാമ, ഈ ചോദ്യം എഴുത്ത് പരീക്ഷയാണോ അതോ ചോദ്യ പരീക്ഷയാണോ? എഴുത്ത് പരീക്ഷയും ചോദ്യ പരീക്ഷയുണ്ട്, രണ്ടുമുണ്ട്. എന്നാലേ നമുക്ക് അവനെ ഒന്ന് അവന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് അറിയാൻ പറ്റൂ, അവന്റെ മാനസികാവസ്ഥ. അപ്പൊ അതിനു വേണ്ടിയുള്ള നീ എന്തിനാ എത്തി നോക്കുന്നു? അല്ല മാമ, ചോദ്യങ്ങൾ ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. വേണ്ട, ഇത് രഹസ്യമായിട്ട് ഞാൻ തയ്യാറാക്കുന്ന ചോദ്യങ്ങളാണ്. അത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പൊ രാമങ്കള് കുറച്ച് വെള്ളം കുടിക്കൂന്ന് സാരം. വെള്ളം കുടിക്കുമെന്നോ? അവൻ ഇവിടെ കിടന്ന് വിയർത്ത് വെള്ളം കുടിച്ച് മൂത്രം ഒഴിക്കും. എടി, നമ്മുടെ ഒരു കൊച്ചിനെ അവന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയല്ലയോ? ഒന്നാമത് അവിടെ ആദ്യത്തെ കല്യാണം പോയി, ഇനി രണ്ടാമതൊരു കല്യാണം അത്രയും ശക്തമായിട്ടുള്ളവനാവും നമ്മൾ ചെക്ക് ചെയ്യണം. അതിനാ അവൻ ഇത്രയും കഷ്ടപ്പെടുന്നു. അപ്പൊ ചോദ്യങ്ങളൊക്കെ കുറച്ച് കടുപ്പമായിരിക്കും. സംശയം എന്താ? കളരെ പറ്റി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അല്ല അത് വേണ്ട, ഞാൻ അതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്റെ സബ്ജക്റ്റ് അത്. നീ അതിനകത്ത് കയറി കിളക്കണ്ട. വേണ്ട. അപ്പൊ പിന്നെ അവന് കുറച്ചുകൂടെ ഒക്കെ ക്വസ്റ്റ്യനുകൾ സെറ്റ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് പോണായിരിക്കും. സഹായം വേണ്ട, ഒരു സഹായം വേണ്ട. ചെല് കാര്യമല്ല, ഒന്നും നടക്കില്ല. എന്റെ കമ്മീഷൻ പോയടി. നോക്കണ്ട, പറഞ്ഞേ. എടി, എനിക്ക് പുറകിലും കണ്ണുണ്ട് കേട്ടോ. എന്തോ? ഹലോ, അങ്കിളെ എവിടെ എത്തി? എത്തറായാ? മാമൻ ഫുൾ പ്രിപ്പയർഡ് ആണ്. ഇവിടെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇല്ല, മാമൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 7 അയലത്ത് പോലും എന്നെ അടുപ്പിച്ചില്ല അങ്കിളെ. എനിക്കൊന്നും നോക്കാൻ പറ്റിയില്ല. പിന്നെ ഫുൾ പ്രിപ്പയർഡ് അല്ലേ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം? എന്തോ? ഓ, കളരി. ഇനി കളരിയിലെ എന്റെ മാമനെ വീഴ്ത്താൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓക്കെ.
എന്താവോ എന്തോ. രവിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രവിയേട്ടനെ ലോകത്തിന് രവിയേട്ടൻ അല്ലാത്ത ബാക്കി എല്ലാ ആണുങ്ങളെയും പേടിയാണോ? പേടിയാ? ആ, എന്തിന്? മണിക്കുട്ടൻ ചേട്ടനെ പണ്ടേ പേടിയാണ്. ഇപ്പൊ രാമനെ നല്ല പേടിയാണല്ലോ. ഒരു പേടിയില്ല രാമനെയാ. അവൻ കൊച്ചിൽ എന്റെ എത്ര ഇഴി കൊണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. മണിക്കൂട്ടിനെ പേടിയാണെന്ന് ആര് പറഞ്ഞു? സ്നേഹമാണ് എനിക്ക് മണിക്കൂട്ടനോട്. ഞങ്ങളൊക്കെ കാണുന്നല്ലേ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഈ കേസിലേ എന്റെ ചേട്ടൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. നീ നോയിക്കോ മണി. അവൻ വന്ന് മണിക്കൂട്ടന്റെ അടുത്ത് സംസാരിക്കുമ്പോഴേ മണിക്കൂട്ടന് മനസ്സിലാവും അവൻ ഭയങ്കര ഓടായിപ്പാണ്. പക്ഷെ മണിക്കൂട്ടൻ തന്നെ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിക്കും. നീ നോയിക്കോ. അങ്ങനെയൊന്നുമില്ല. ആര് പറഞ്ഞു? നീ നോയിക്കോ. മണിക്കൂട്ടന്റെ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അവൻ നോയിക്കോ. നീ ഇന്ന് എന്ത് പറ്റി? ജോലിക്ക് പോകുന്നില്ലേ? ഇന്ന് ഞാൻ ലീവ് എടുത്തില്ല. ലീവ് എടുത്തു? അയ്യോ, ഇന്ന് കാക്ക മലന്ന് പറക്കുമല്ലോ നിങ്ങള്. അല്ല, ഭൂകമ്പം ഉണ്ടായാലും ജോലിക്ക് പോകുന്ന ആളാ. അതെ, എനിക്കിന്ന് കാണണം അവൻ വന്ന അളിയന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. എന്റെ അളിയാ, ഇന്ന് അവനെ ഞാൻ ചോദ്യം ചെയ്ത് അവനെ കൊണ്ട് മൂക്കൊണ്ട് എല്ലാം അവനെ കൊണ്ട്. പിന്നെ അല്ല, പക്ഷേ റാമും അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ഒരു വെടിക്കുള്ള മരുന്നൊക്കെ അവന്റെ കയ്യിലുണ്ട്. യവൻ ഇത് അവിടെ പോയി കിടക്കുന്നു, കാണുന്നില്ലല്ലോ. അതിപ്പം വരും. നോക്കിയോ, ഒരു ബെൻസ് കാർ എടുത്തോണ്ടാ വരണത്. വാടകയ്ക്കായിരിക്കും. അല്ല, അവനെ വാടകയ്ക്ക് എടുത്തോണ്ട് വരാൻ ഒരു ബെൻസുകാരെങ്കിലും ഉണ്ടല്ലോ. അളിയന്റെ വിട്ട് 19-ാം നൂറ്റാണ്ടിലെ സ്കൂട്ടർ അല്ലല്ലോ മണിക്കൂട്ടാ. അത് ഞാനേ അധ്വാനിച്ച് ജോലി കയറി ആദ്യം വാങ്ങിച്ച വണ്ടിയാണത്. അറിയാമോ? അത് അവനും അധ്വാനിച്ച് കൊണ്ടുവന്ന ബെൻസ് തന്നെ. നിനക്ക് എങ്ങനെ അറിയാം? അറബിയെ പറ്റിച്ചിട്ടായിരിക്കും. അതൊക്കെ കളയളിയാ. ഇന്ന് അവനെ ആണ്ട ഞാൻ ഏറ്റ്. എനിക്കത് കാണാനല്ലേ ഞാൻ നിൽക്കുന്നത്. അളിയന്റെ സന്തോഷമാ എന്റെ സന്തോഷം. വാഴയും മാതെ തുറന്നു വെച്ചാ പോരാ, വളവും വെള്ളമൊക്കെ ഇടണം. അതൊന്നും അറിയാൻ വയ്യാത്ത പുലിനട വീട്ടിൽ കള്ളനോ കാണിച്ചേരവിടാ. പിണ്ടി എന്റെ വീട്ടിൽ തന്നെ അണ്ണാ കള്ളല്ല. ാണല്ലേ ഭ്രാന്താണെന്ന് വളക്കാതല്ലെന്ന്. കള്ളനകത്ത് കയറി. എന്താ കള്ളൻ
എവിടെ? അകത്ത് അകത്താ? അകത്ത് കള്ളൻ കള്ളനാ? ഇറങ്ങുക അകത്താ? കള്ളൻ എടി ഇങ്ങനെ വാടി കള്ളനെന്ന്. അകത്ത് കള്ളൻ അയ്യോ, എന്താ? കള്ളൻ കയറി. കള്ളൻ കയറിയെന്ന്. ഇങ്ങോട്ട് വാടി. അതെങ്ങനെ കള്ളാകത്ത് കയറി? അത് ഞാൻ ദാ ഇവിടെ ഇരിക്കുകയായിരുന്നല്ലേ അപ്പം കള്ളൻ താണ്ട് ഇവിടുന്ന് ചാടി താഴോട്ടി ചാടി. അത് കഴിഞ്ഞ് അവിടുന്ന് അവൻ ആ ജനലിന്റെ അടുത്ത് പോയി. അവിടെ ജനലിന്റെ അടുത്ത് നിന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചാടി പുറകെ പോയപ്പോ അവൻ അവിടുന്ന് ചാടി പുറകോട്ടോടി. അപ്പൊ ഞാൻ ഇവിടെ വന്ന് മറഞ്ഞിരുന്നിട്ട് അവൻ വരുന്ന തക്കം നോക്കി ഒരൊറ്റടി അടി. കൊണ്ടാ? അവൻ ചാടിക്കളഞ്ഞു. അയ്യോ, എന്നിട്ട് മാമന് വല്ലതും പറ്റിയാ? എനിക്കെന്താ പറ്റാനാ മക്കളെ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അയ്യോ ഇങ്ങനെ നടക്കുന്ന അതൊക്കെയാണെന്ത്? അതെ ഈ അത് പോട്ടെ. അല്ല ബ്രീത്തിങ് അളിയാ എക്സർസൈസാ. അളിയാ അവന്റെ മോൻ കണ്ടോ? മോൻ കണ്ട അവൻ എന്റെ മോൻ കണ്ട. അവനെ കണ്ടില്ലേ? അവന്റെ മോൻ കണ്ടോ? അവന്റെ മോൻ ഞാനും കണ്ടല്ല. എങ്ങനെയുണ്ട്? അവന് മോൻ മൂടിയിട്ടിരുന്നു. മോൻ മൂടിയിട്ട് മോൻ കണ്ടോ? ആ മോൻ മൂടിയിട്ട അവന്റെ മുഖം ഞാൻ കണ്ട്. അപ്പൊ ആളെ കണ്ടില്ല? ആളെ കണ്ട് ആളെ വ്യക്തമായിട്ട് കണ്ടില്ല. ഏതായാലും അവൻ അകത്തോട്ട് കയറി പോയപ്പോഴേ വല്ല മാരകായുധങ്ങളെ കാണും. ഇത്രയും കാണെങ്കിൽ വേണ്ടനായിരിക്കും. മാരകായുധങ്ങൾ കാണും. എനിക്ക് തോന്നുന്നത് വടക്കം കളരി അറിയാവുന്ന ഏതോ ഭീകരവാദിയാ. ഭീകരവാദിയാ? അതെങ്ങനെ അവൻ മനസ്സിലായി? ചില സ്റ്റെപ്പുകൾ കാണിച്ചളിയാ എന്റെ മുമ്പിൽ. എനിക്ക് പിടി കിട്ടി വടക്കം കളരി അറിയാവുന്നവനാന്ന്. ഞാനത് കയറാം. നിങ്ങളെല്ലാവരും എന്റെ പുറകെ നിന്നാ മതി. സൂക്ഷിക്കണേ, എന്തെങ്കിലും മടിയിൽ കയ്യിലുണ്ട്. സാരമില്ല മകളെ, എന്റെ പുറകെ നിന്നാ മതി. ചേട്ടത്തി മക്കളെ, അവിടെ കള്ളൻ അയ്യോ ഞാൻ കള്ളനല്ല. അയ്യോ ഇവന് രാമകൾ കള്ളനല്ല. രണ്ടും ഒന്ന് തന്നെ. ചിന്നുന്റെ ആള് ഞാനാണ് രാമനുണ്ണി. എവനാണോ? അയ്യോ, നീ എന്തിനാ പാത്തും പതുങ്ങിയും വീടിന്റെ പുറകിലോട്ട് പോയത്? അയ്യോ ഞാൻ പുറകിലോട്ട് പോയതല്ലേ. പിന്നെ ഞാൻ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, സർപ്രൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. ഇത് പിന്നെ അടവാണ്, പുതിയ അടവാണ്, വിശ്വസിക്കരുത്. അണ്ണാ ഒരു തമാശ കാണിച്ചാലും മനസ്സിലാവും അണ്ണാ. നിങ്ങളെ ഞെട്ടിയില്ലേ? വെറുതെ ആവശ്യമില്ലാതെ കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരുള്ള ജീവൻ പോയി. അതല്ലേ. ബൈ ദ ബൈ, ഐ എം റാം ഫ്രം ദുബായ്. ലൈറ്റ് ആയിട്ടൊരു കോടീശ്വരനാണ് ഞാൻ. മണിക്കുട്ടൻ ഫ്രം കേരള. അല്ലറ തല്ലും മുട്ടുമൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ കഴിയുന്നു. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, പുലിനട വീട്ടിൽ മണിക്കുട്ടൻ കുരുക്കൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ് അറിഞ്ഞൂടാത്തത്? കളരിയിൽ മർമ്മകലയിലും ആയോധന കലയിലും അഗ്ര കണ്യൻ, കുഴിക്കളരിയിലും അങ്കക്കളരിയിലും വീരാതി വീര. അണ്ണനെ പരിചയപ്പെടാൻ പറ്റിയ എന്റെ ഒരു ഭാഗ്യോടാ. വടക്കനാണല്ലേ? അല്ല ഞാൻ ദുബായിലായിരുന്നു. വടക്കം കളരി. ചെറുതായിട്ട്. ഞാൻ തെക്കനാ. കേമൻ. അളിയാ നിന്റെ കേമത്തരൊന്നും ഇവിടെ എടുക്കണ്ടെന്ന് ഞാന് പറഞ്ഞു വരികയാണ്. അതെ, നമുക്ക് സംസാരിക്കലൊക്കെ പിന്നെ വന്ന കാലത്തിന് നിക്കാതെ വാ, നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണം കഴിക്കാം. വാ. വെള്ളം കുടിക്കണം. ഞാൻ എടുക്കാവേ. വടക്കം കളരി ദുബായിൽ സ്കോപ്പ് ഉണ്ടോ? പിന്നെ ഭയങ്കര സ്കോപ്പാണ്. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ആദ്യത്തെ കടം പേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അഗ്നി പരീക്ഷയാണ്. കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇരിക്കാം, എല്ലാം കഴിക്കാം. ശരി. കുറച്ച് കഴിച്ചാൽ മതിയെ. നീയും ചിന്നുവിനെ മാത്രമേ വിവാഹം കഴിക്കൂവെന്ന് താങ്കൾ വാശി പിടിക്കാൻ കാരണം? അത് പിന്നെ എനിക്ക് ചിന്നുവിനെ മാത്രമാണ് ഇഷ്ടം, അതുകൊണ്ട്. ഇത് ശുദ്ധ കള്ളത്തരമാണെന്ന് ഞാൻ പറഞ്ഞാൽ
അത് ശരിയല്ലെന്ന് ഞാൻ പറയും. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ചിന്നുവിനെ നാട്ടിൽ നിർത്തുമോ അതോ അങ്ങ് ദുബായിൽ കൊണ്ടുപോകുമോ? അത് പിന്നെ ഞാൻ എവിടെയാണോ അവിടെ നിർത്തും. എങ്ങനെ വ്യക്തമാക്കൂ. അല്ല, ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എന്റെ ഭാര്യ നിൽക്കും. അതെ അതെ, കൊള്ളാം. ഇനി ഒരു ടഫ് ചോദ്യമാണ്. വിവാഹശേഷം പാചകം, വീട്ടുജോലി എന്നിവ ആര് ചെയ്യണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? നാടകം അതെന്തോന്നു? ഒരു വീടാകുമ്പോ നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്യും. അങ്ങനല്ലേ വേണ്ടത്? പിന്നെ അടുത്ത ചോദ്യം. സ്വന്തം ശമ്പളം കൈകാര്യം ചെയ്യാൻ ഭാര്യയെ ഏൽപ്പിക്കുവോ അതോ താങ്കൾ തന്നെ ചെയ്യുമോ? എന്റെ ശമ്പളം എന്റെ ശമ്പളം ഞാൻ കിലോക്കും. കണ്ടാളിയാ അവന്റെ തനി സ്വരൂപം പുറത്തു വന്ന് കണ്ട. അവന്റെ ശമ്പളം അവൻ സ്വയം ചെലവാക്കുന്നത്. അപ്പോ ചിന്നു പട്ടിണി കിടക്കണം. എന്നാ അണ്ണന് തെറ്റി. അവക്ക് അവളെ സ്വന്തം കാര്യം നോക്കാനായിട്ട് ഞാൻ പ്രാപ്തയാക്കും. അപ്പൊ അവർക്ക് ആരുടെയും മുമ്പ് കൈ നീട്ടി തല ഒലിക്കണോ? അവക്ക് എപ്പോഴും നല്ല തല ഉയർത്തി ജീവിച്ചൂടെ? അടുത്ത ചോദ്യം. വിവാഹശേഷം താങ്കൾ അച്ചി വീട്ടിൽ നിൽക്കുവോ അതോ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുവോ? എന്റെ പൊന്നാണ്, ആ പ്രയോഗമേ തെറ്റാണ്. അച്ചി വീടല്ല, ഭാര്യ വീട് നമ്മളെ സ്വന്തം വീട് പോലെയാണ് അല്ലേ? ഇനി നിങ്ങളുടെ കലാനിപുണത ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നവരസങ്ങൾ എത്ര? നവരസങ്ങൾ 9. കറക്റ്റ്. അതേതൊക്കെ അഭിനയിച്ച് കാണിക്കുക. ആദ്യത്തേത് വീരം. വീരം. 2 രൗദ്രം. എന്നെ ചെറിയണെന്തിന്? കൊള്ളാം കൊള്ളാം. 3 ഭയാനകം. അത്ഭുതം. ബീഭത്സം. ശാന്തം. കരുണം. ഹാസ്യം. ശൃംഗാരം. അയ്യോ, കൊള്ളാലേ. അണ്ണാ, മണിക്കൂട്ടണ്ണ, എനിക്ക് ജിന്നുവിനെ പണ്ടത്തിനേക്കാൾ ഇഷ്ടമുണ്ടാണ് ഞാൻ ഇതുകൂടെ ഒന്ന് ആലോചിച്ചു. അവൾ ഇത്ര തീരുന്നതല്ലേ, ഇനി അവൾക്ക് കുറച്ച് സന്തോഷമൊക്കെ വേണ്ടി. പണ്ട് എനിക്ക് ജോലി കുലില്ലെന്ന് കൂടെ കല്യാണം മുടക്കി. ഇന്നത്തെ സ്ഥിതി അതല്ല. സന്തോഷമായി മക്കളെ, സന്തോഷമായി. എന്റെ ചിന്നുവിനെ കെട്ടാൻ ഇവനിൽ പരം ഒരു വരൻ വേറെയില്ല. മണിക്കൂട്ടാ അളിയാ, ആദ്യം ഞാൻ അവനെ കുറിച്ച് കേട്ടപ്പോൾ ആളൊരു ഉടായിപ്പായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവനെ ചോദ്യം ചെയ്തു വന്നപ്പോഴേ ഇവൻ തനി തങ്കവാളിയ, തനി തങ്കം. 17 കാരറ്റ്, 22 കാരറ്റ്, 24 കാരറ്റ് തനി തങ്കം. നമുക്ക് അത് അറിയാം, ഒറ്റയ്ക്ക് വിചാരിച്ച മതിയാ. പിന്നെ എല്ലാരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും ഇവന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കൂല, അത് ഞാൻ സമ്മതിക്കില്ല. രവി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ഇങ്ങോട്ട് മാറ്. ഈ രവിയാണ് എങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഒരു കാര്യം ചോദിക്കട്ടെ, രവിയേട്ടന് നീയും തമ്മിൽ കാര്യമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ശരിയാ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് രവിയേട്ടൻ ഒന്നും പറയുന്നില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അല്ല, കാര്യമായിട്ടാണെന്ന് വെച്ചാൽ കുറച്ച് ഗുരുതരമാണ്.